നിയമസഭാ സമ്മേളനം തിങ്കളാഴ്ച ആരംഭിക്കുമെന്ന് സ്പീക്കർ എൻ ഷംസീർ പറയുന്നു. പഞ്ചായത്ത് രാജ് ബിൽ സഭയിലെത്തുമെന്നും ചോദ്യങ്ങൾക്ക് മന്ത്രിമാർ ഉത്തരം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും ഷംസീർ പറഞ്ഞു. നിയമസഭാ സമ്മേളനം ജൂലൈ 25-നാണ് സമാപിക്കുക. 15ാമത് കേരള നിയമസഭയുടെ 11ാം സമ്മേളനം ജൂൺ മാസം 10-ാം തീയതി ആരംഭിക്കുകയാണ്. ബജറ്റിൻ്റെ സൂക്ഷ്മ പരിശോധനയും സബ്ജക്റ്റ് കമ്മിറ്റിക്ക് തിരിച്ചുള്ള പരിശോധനയ്ക്കും വേണ്ടിയാണ്. അന്ന് തന്നെ 2024 കേരള പഞ്ചായത്ത് രാജ് 2ാം ഭേദഗതി ബിൽ, 2024 കേരള മുനിസിപ്പാലിറ്റി 2ാം ഭേദഗതി ബിൽ ഇത് അവതരിപ്പിച്ച് സബ്ജക്റ്റ് കമ്മിറ്റിയുടെ പരിശോധനക്കയക്കും. ആ ദിവസം ഇതിനു വേണ്ടിയിട്ട് നീക്കി വെച്ചിട്ടുള്ളത് ജൂലൈ 25-ന് 15ാമത് കേരള നിയമസഭയുടെ 11ാം സമ്മേളനം അവസാനിക്കും. റോഷിപാൽ നൽകും വിവരങ്ങൾ. റോഷിപാൽ, ഏതൊക്കെ സുപ്രധാന ബില്ലുകളാണ് ഇത്തവണ സഭാ സമ്മേളനത്തിൽ എത്തുക? ഒപ്പം പ്രധാനപ്പെട്ട കാര്യം, ബാർക്കോഴ ആരോപണം ഉയർന്നത് പിന്നാലെ തന്നെ നിയമസഭയിൽ ഇക്കാര്യത്തിൽ പ്രക്ഷോഭം ശക്തമാക്കുമെന്ന് പ്രതിപക്ഷം പറഞ്ഞിരുന്നതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ വലിയൊരു വിജയം നേടിയതിൻ്റെ ആത്മവിശ്വാസത്തിൽ കൂടിയാണ് സഭയിൽ പ്രതിപക്ഷം എത്തുന്നത്. എത്രത്തോളം കലുഷിതമാകും സഭാ സമ്മേളനം? വിനിത, ബജറ്റ് ധനവിനിയോഗ ബില്ലുകളുടെ ചർച്ചക്കാണ് സഭ സമ്മേളിക്കുന്നതെങ്കിൽ പോലും ഈ സഭാ സമ്മേളനം രാഷ്ട്രീയ ചർച്ചകൾക്ക് വേദിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വലിയ വിജയത്തിൻ്റെ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് പ്രതിപക്ഷം സഭയിലെത്തുക. വിവിധ രാഷ്ട്രീയ വിഷയങ്ങൾ, വിവിധ വിവാദ വിഷയങ്ങൾ ആയുധമാക്കി തന്നെയാണ് പ്രതിപക്ഷം സഭയിലെത്തുക. ഏതായാലും തിങ്കളാഴ്ച തുടങ്ങുന്ന സഭാ സമ്മേളനം 25 വരെ 28 ദിവസമാണ് നടക്കുക. അതിലേറ്റവും പ്രധാനപ്പെട്ട ബില്ല് സഭാ സമ്മേളനത്തിൻ്റെ ആദ്യ ദിവസം തന്നെ സഭയിലെത്തുന്നു. അത് തദ്ദേശ വാർഡ് വിഭജന ബില്ലാണ്. നേരത്തെ ഓർഡിനൻസ് ഗവർണർക്ക് നൽകിയെങ്കിലും ഗവർണർ ഓർഡിനൻസ് നിരാകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അത് ബില്ലായി സഭയിലെത്തുന്നത്. പിന്നീട് വിവിധ വിഷയങ്ങൾ ധനവിനിയോഗ ചർച്ചയിൽ തന്നെ രാഷ്ട്രീയ വിമർശനങ്ങളും ആരോപണങ്ങൾക്കും സഭാ സമ്മേളനം വേദിയാകും. സഭയ്ക്ക് പുറത്തും പ്രതിപക്ഷം സർക്കാരിനെതിരെയുള്ള സമരപരിപാടികൾക്ക് രൂപം നൽകിയിട്ടുണ്ട്. 11-ാം തീയതി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിയമസഭാ മാർച്ചുണ്ട്. ബാർക്കോഴ വിവാദവുമായി ബന്ധപ്പെട്ടാണ്. 12-ന് അതേ വിഷയം തന്നെ ഉന്നയിച്ചുകൊണ്ട് UDF സംസ്ഥാന നേതൃത്വവും നിയമസഭയിലേക്ക് മാർച്ച് നടത്തുന്നു. സഭയ്ക്കകത്തും പുറത്തും സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന വിവിധ വിഷയങ്ങൾ ഉയർത്തി ശക്തമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് UDF ഉള്ളത്. 12-ാം തീയതി UDF യോഗം ചേരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് അവലോകനത്തിനൊപ്പം സഭയ്ക്കകത്ത് സഭയ്ക്ക് പുറത്തും തുടർന്ന് അങ്ങോട്ട് സർക്കാരിനെതിരെ സ്വീകരിക്കേണ്ട നിലപാടുകൾ ആലോചിക്കും. ഒപ്പം തന്നെ സഭ ചേരുന്ന ദിവസം UDFൻ്റെ പാർലമെൻ്ററി പാർട്ടി യോഗം ചേരും. സഭയിൽ സ്വീകരിക്കേണ്ട നിലപാടുകൾ ചർച്ച ചെയ്യും. അന്ന് തന്നെ കാര്യോപദേശക സമിതി യോഗം ചേർന്ന് തുടർ ദിവസങ്ങളിലെ സഭാ നടപടിക്രമങ്ങൾക്കും തീരുമാനമുണ്ടാക്കും. ഇതിനൊപ്പം തന്നെ ഇന്ന് സ്പീക്കർ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ സഭാ സമ്മേളനത്തിൽ 200ഓളം ചോദ്യങ്ങൾക്ക് മന്ത്രിമാർ ഉത്തരം നൽകിയിട്ടില്ല. പലതവണയായി സ്പീക്കർ മന്ത്രിമാർക്ക് കൃത്യമായി റൂളിംഗ് നൽകിയിട്ടുണ്ട്. സഭയിലെത്തുന്ന എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായി ഉത്തരം നൽകണമെന്ന്. പക്ഷേ സഭാ സമ്മേളനം അവസാനിക്കുമ്പോൾ അത്തരത്തിൽ ഉത്തരങ്ങൾ കൃത്യമായി ലഭ്യമാക്കുന്നില്ല എന്ന അംഗങ്ങൾക്ക് തന്നെ പരാതിയുണ്ട്. അതുകൊണ്ട് ഈ തവണ സഭാ സമ്മേളനത്തിൽ ചോദ്യങ്ങൾ കൃത്യമായ ഉത്തരം മന്ത്രിമാർ നൽകുമെന്ന പ്രതീക്ഷയാണ് സ്പീക്കർ പ്രകടിപ്പിച്ചത്.